ശ്രീ രാഹുൽ ഈശ്വർ, കഴിഞ്ഞ തവണ കൊല്ലത്ത് പ്രധാനമന്ത്രി വന്നു പോയപ്പോൾ UDF-ഉം LDF-ഉം ഉന്നയിച്ചിരുന്ന വിമർശനങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യമാണ്. സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസാരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കണം എന്നുവരെയുള്ള ആവശ്യമുണ്ടായിരുന്നു. CPM ആണ് ആ ആവശ്യം മുന്നോട്ട് വെച്ചത്. അത് നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ വീണ്ടും പ്രധാനമന്ത്രി വിശ്വാസം സംരക്ഷിക്കണം, ആചാരത്തിനെതിരായ നീക്കങ്ങൾ നടത്തുകയാണ് സംസ്ഥാന സർക്കാർ എന്ന വിമർശനം വീണ്ടും ഉന്നയിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എടുത്താൽ കേരളത്തിന്റെ സംസ്കാരത്തെ തകർക്കാൻ, നമ്മുടെ കേരള സംസ്കാരം അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തിന്റെ വലിയൊരു മിനിയേച്ചർ എക്സാമ്പിൾ ആണ് ശബരിമല. നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ, ബഹുസ്വരതയുടെ, ദൈവീകതയുടെ ഈ രീതിയിൽ നമ്മുടെ ഇത്രയും പ്ലൂറലിസ്റ്റിക് ആയ ഒരു ഷ്രൈനിന്റെ ആ സാങ്ക്ടിറ്റി തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിച്ചു എന്നുള്ളത് രാജ്യവ്യാപകമായി ഉണ്ടായൊരു വിമർശനമാണ്. രണ്ട്, വളരെ വിശ്വാസത്തോടെ, വിശ്വാസിയുടെ ഭാഷയിൽ പറഞ്ഞോട്ടെ, ഒരു ഹിന്ദുവാണ് ഇന്ത്യ ഭരിക്കുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ളത് ഞങ്ങളെ പോലുള്ള സാധാരണ വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. രാജ്യത്തിന്റെ വൈവിധ്യത്തെ ബഹുമാനിക്കുന്ന, എന്നാൽ തന്റെ വിശ്വാസത്തിനോട് ശക്തിയുക്തം ഉറച്ചു നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ നിലപാടുകൾ ഒരു വിശ്വാസിയുടെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ഇരിക്കുന്ന പ്രധാനമന്ത്രി പദവിക്കും, അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നത് പിന്നെയാണല്ലോ, ആദ്യം വിശ്വാസിയും അല്ലെങ്കിൽ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റുമായിട്ടൊക്കെയാണല്ലോ അദ്ദേഹം തുടങ്ങുന്നത്, അല്ലെങ്കിൽ സംഘത്തിന്റെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹം തുടങ്ങുന്നത്. ആ രീതിയിൽ തന്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുകയും എന്നാൽ ഇതര സഹോദര സമുദായങ്ങളുടെ വിശ്വാസത്തെ അതേപോലെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പഴയ ഗാന്ധിയൻ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഭാരതത്തിന്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന സെക്കുലറിസം എന്ന് ഉദ്ദേശിക്കുന്നത് മതത്തെ നിരാസമല്ല, പക്ഷേ മതസാപേക്ഷികതയാണ്. എല്ലാ മതങ്ങളെയും ഇവിടെ അതൊന്നുമല്ലല്ലോ. ശബരിമലയ്ക്ക് വേണ്ടി, ശബരിമലയുടെ പേരിൽ ഹൈന്ദവ വിശ്വാസ വികാരം അത് BJP മുതലെടുക്കാൻ സംസ്ഥാനത്ത് ശ്രമിക്കുന്നു. അത് പ്രധാനമന്ത്രിയും എടുത്തു പറയുകയാണ്. അതാണ് ഈ രണ്ടാമത്തെ സന്ദർശനം. ആ വികാരം എന്താണെന്നുള്ള കാര്യം കേരളത്തിൽ അറിയാം. ആ വികാരം ഉയർത്തിക്കാട്ടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പ്രധാനമന്ത്രി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇത്. ഇത് മുതലാക്കുക തുടങ്ങിയ വാക്കുകൾ ദൗർഭാഗ്യകരമാണ്. ഈ വിഷയത്തിൽ ആദ്യം ഫൈറ്റ് തുടങ്ങിയത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ശ്രീ കുമ്മനം രാജശേഖരൻ ചേട്ടനാണ്. അദ്ദേഹമാണ് പിന്നെ BJPയുടെ പ്രസിഡന്റായ വ്യക്തി. ഈ വിഷയത്തിൽ ആദ്യം മുതലേ പോരാടിയത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും ശ്രീ അജയ് തറയിൽ സാറിനെ പോലുള്ളവരാണ്. ഞങ്ങൾക്ക് ഏറ്റവും ആശ്വാസം പകർന്ന ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയെ പോലെ അല്ലെങ്കിൽ ശ്രീ ശശി തരൂരിനെ പോലെ ലോകം ആരാധിക്കുന്ന ഒരു ഇന്റലക്ച്വൽ കൂടി ഞങ്ങളുടെ നിലപാട് ഒരു ഫെയ്ത്ത് ഫ്രണ്ട്ലി അപ്രോച്ചിലേക്ക് വന്നു. ഈ വിഷയം ആദ്യം പലർക്കും മനസ്സിലായില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നെഗറ്റീവ് വെർഡിക്റ്റ് ഒക്കെ വന്നിട്ടുള്ളത്. പക്ഷേ വിഷയം കുറെ കൂടെ ആഴത്തിൽ പഠിക്കുമ്പോൾ വെറും ഒരു പ്രായ നിയന്ത്രണം, എ മിയർ ഏജ് റെഗുലേഷൻ ഈസ് പ്രസന്റഡ് ആസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ആ പ്രായ നിയന്ത്രണത്തെ ലിംഗവിവേചനമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് അത് ഭരണഘടനയുടെ ചില വകുപ്പുകളിൽ തട്ടിച്ചു നോക്കുമ്പോഴായി പ്രശ്നമുണ്ടായത്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകളുടെ പ്രസക്തി, കോൺഗ്രസുകാർ നിയമനിർമ്മാണമെന്നും BJPക്കാർ ഓർഡിനൻസ് എന്നും പാത പറയുന്നതിൽ രണ്ടുപേരെയും അപ്രോച്ച് ചെയ്യാൻ ഞങ്ങളടക്കമുള്ള സാധാരണ വിശ്വാസികളെ എംബോൾഡൻ ചെയ്യുന്നു. നായർ സർവീസ് സൊസൈറ്റിയെ, സുകുമാരൻ നായർ സാറിനെ, അല്ലെങ്കിൽ ഇതിനുവേണ്ടി ശക്തിയുക്തം പോരാടിയ കോൺഗ്രസിന്റെ BJPയുടെ നേതാക്കളെ, ഞങ്ങളെ പോലുള്ള സാധാരണ വിശ്വാസികളെ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ എംബോൾഡൻ ചെയ്തു. ഓർഡിനൻസ് എന്ന കാര്യം അതിലേക്ക് സ്പർശിച്ചിട്ടില്ല എങ്കിൽ പോലും സുപ്രീം കോടതി വിധി പുനഃപരിശോധനാ ഹർജിയുടെ കാര്യത്തിൽ എതിരായാൽ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ, കേന്ദ്രത്തിൽ ഞങ്ങളുണ്ട്. അല്ല, ഞങ്ങൾ വിശ്വാസികൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തെ പോലൊരു വ്യക്തിക്ക് ഓർഡിനൻസ് എന്ന് പറയുന്ന ലീഗലായ ടെക്നിക്കലായ കാര്യം പറയാൻ കഴിയില്ലല്ലോ. സുപ്രീം കോടതി അടുത്ത ആഴ്ച പരിഗണിക്കാനിരിക്കുന്ന കേസാണ്. അദ്ദേഹം ഒരു വരി കൂടെയുണ്ട്, രാമജന്മഭൂമിയുള്ള ഒരു വിഷയത്തിൽ പോലും കോടതിയെ ബഹുമാനിച്ചേ പോകുന്നു പറഞ്ഞ വ്യക്തിയാണ്.